ഹലോ, ഫേമസ് സയന്റിസ്റ്റ് ഡോക്ടർ കുൽക്കർണി പറയൂ. ഞാൻ എന്ത് കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണെന്നോ? ഈ കുരങ്ങിൽ നിന്നാണല്ലോ മനുഷ്യൻ രൂപാന്തരം പ്രാപിച്ചത്. ഞാൻ ഈ മനുഷ്യൻ നിന്ന് കുരങ്ങൻ എങ്ങനെ രൂപാന്തരം പ്രാപിക്കാന്ന് കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ്. അതെ, അല്ല വിളിക്കുന്ന ആളുടെ പേര് പറയൂ. റോങ് നമ്പറാ. റോങ് നമ്പർ ആണെങ്കിലും അവന് കണ്ടന്റ് മനസ്സിലായി. ഈ ഞാൻ പിടിച്ച് കയറിക്കോളാം. പരീക്ഷണം പകുതിക്ക് വൈകിച്ച് നിർത്തിയിരിക്കുകയാണ് ഇവിടെ. യുറീക്ക! 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 സാറേ എന്ത് കണ്ടുപിടിച്ചു? ആര് കണ്ടുപിടിച്ച്? സാറല്ലേ ഇപ്പൊ യൂറിക്ക യൂറിക്ക എന്ന് വിളിച്ചത്? ഞാൻ യൂറിക്ക യൂറിക്കെന്ന് വിളിച്ചല്ല. എന്റെ കാലിലെ യൂറിക് ആസിഡ് കൂടി കാലൊക്കെ ഭയങ്കര പിരിപിരിപ്പ് നടക്കാൻ വയ്യ. അതാ കിടന്ന് വിളിച്ചത്. യുറീക്ക! യുറീക്ക! അയ്യോ സാറേ, യൂറിക് ആസിഡ് കൂടി കഴിഞ്ഞാൽ അത് ഡോക്ടറിനെ കൊണ്ടുവന്ന് കുറയ്ക്കണം. ഞാനെന്തിനു കൊടുക്കണം? ഇതൊരു പരീക്ഷണശാലയാണ്. ഇവിടെ ആസിഡാണ് ആവശ്യം. ഹലോ ക്രിസ്റ്റി, എന്റെ പ്രിയപ്പെട്ട അസിസ്റ്റന്റ് ജസ് എവിടെ പോയി? രാവിലെ മുതലേ എന്തോ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞ് ഇവിടെ എല്ലാം നടക്കുന്നത്. വെരി ഗുഡ്. എന്നിട്ട് എവിടെ? ഇവിടെ എവിടെ ഉണ്ടായിരുന്നു? വരുന്നല്ലോ. ഇല്ല ഒരു കോംപ്രമൈസ് ഇല്ല. ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഒന്നുമില്ലെങ്കിൽ ഒരു സയന്റിസ്റ്റ് ആണ്. ഞാൻ ഉച്ചയ്ക്ക് മുമ്പേ കണ്ടുപിടിച്ചിരിക്കും. ജസ്റ്റ് എന്താണ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങനെ വ്യഗ്രത കാട്ടുന്നത്? ഞാൻ ഇന്നലെ വെള്ളം അടിച്ചോണ്ട് ഇവിടെ 2000 രൂപ എവിടെ കൊണ്ടുപോയി എവിടെ ഒരു പിടുത്തല്ലോ. ഉച്ചയ്ക്ക് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഗ്ലൗസ് എടുക്കൂ. ഗ്ലൗസ് എടുത്തോളൂ. പെട്ടെന്നാവട്ടെ. എടുക്കൂ. ഞാൻ അടുത്തോട്ട് വരൂ. എന്താണ് സാർ? ഗ്ലൗസ് ഇട്ട് അടിച്ചത് എന്തിനാ സാർ? ചില വൃത്തിയുടെ സാധനങ്ങൾ ഗ്ലൗസ് ഇട്ട് അടിക്കണം, അല്ലെ കൈ നാറും. ഞാൻ വൃത്തിയിട്ടോന്നല്ലേ? കൊള്ളാം, ഞാൻ വൃത്തിയായിട്ടോ. അല്ല, നിങ്ങൾ ഇത്രയും പറയാൻ വേണ്ടി നിങ്ങൾ എന്താണ് കണ്ടുപിടിച്ചിട്ടുള്ളത്? ഒരു മുതിർന്ന ശാസ്ത്രജ്ഞനോട് കണ്ടോ അയർക്കുന്നുണ്ടോ? എടാ, ഞാൻ ചെറുപ്പം മുതലേ ഓരോ കണ്ടുപിടിച്ചാണ് ശാസ്ത്ര രംഗത്തേക്ക് കടന്നു വന്നത്. ചെറുപ്പം മുതൽ? ചെറുപ്പത്തിൽ എന്ത് കണ്ടുപിടിച്ചു? ഞാൻ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് എന്റെ അളിയനെയാണ്. ഇവിടെ നിന്ന് തൊട്ടടുത്തുള്ള രമണിയുടെ വീട്ടിലെ കട്ടിന്റെ അടിയുന്നു. അടിയെന്നെ കുറെ ഇടിച്ചെങ്കിലും അന്ന് അടിയന്റെ അടുത്ത് കാര്യം പറഞ്ഞു. ഇവിടെ നാട്ടുകാരും വീട്ടുകാരും കണ്ടുപിടിക്കത്ത് നീ എന്നെ എങ്ങനെ കണ്ടുപിടിച്ചത്? എനിക്ക് മനസ്സിലായി, എന്നിൽ എവിടെയോ ഒരു ശാസ്ത്രജ്ഞ ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന്. സാറേ, ഈ മാമന്മാരെ കാര്യം സാറേ. മാമന്മാരാ? എന്താണ് ഈ കുട്ടി പറയുന്നത്? ഇതൊക്കെ വലിയ വലിയ കണ്ടുപിടുത്തം നടത്തിയ ശാസ്ത്രജ്ഞന്മാർ മാമന്മാരാ. ഞാൻ വിശദീകരിച്ചു തരാം. ഇതാരെന്നറിയോ അതിരിക്കുന്നത്? ഇത് ബൾബ് കണ്ടുപിടിച്ച എഡിസൺ. ആ ഇരിക്കുന്നത് വിമാനം കണ്ടുപിടിച്ച റൈറ്റ് സൗരമാർ. അത് റേഡിയോ കണ്ടുപിടിച്ച മാർക്കോണി. സാറേ, അതിനപ്പുറത്തിരിക്കണ ആര് സാറേ? അപ്പുറത്തിരിക്കുന്നത് നീ എന്നെയാണ് അവിടെ ഫോട്ടോ കൊണ്ട് വെച്ചത്. ആയിരിക്കുന്ന ആര്? അത് മറ്റേ ചേച്ചിയുടെ ആൽബത്തിൽ ഇടുന്ന പോലെ ശാസ്ത്രജ്ഞന്റെ ലുക്ക് അടിച്ചു. ദേഹോദ്രവല്ല താളല്ലേ, അവിടെ ഇരുന്നോട്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ ശാസ്ത്രജ്ഞന്മാരാക്കാൻ വേണ്ടി കിടക്കുന്നത്. എന്തൊക്കെ എടുത്തു ക്രിസ്ത്യൻ എടുക്കുന്നത് അവിടെ വെക്കൂ. ഞാൻ ഒരാഴ്ച പാടുപെട്ട് കണ്ടുപിടിച്ച ഒരു ദ്രാവകമാണത്. മനസ്സിലായില്ലേ? ഇതാണ് ലാഫിംഗ് ഗ്യാസ്. ലാഫിംഗ് ഗ്യാസ് എന്ന് പറയുമ്പോ ഈ ഗ്യാസ് ആരുടെ മുഖത്ത് തളിച്ചു കഴിഞ്ഞാൽ അവർ ചിരിച്ചോണ്ടിരിക്കും. ആണല്ലേ? ഇത് ആർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്? ഇത് ഞാൻ കുറച്ച് മെംക്രിക്കാർക്ക് വേണ്ടി കണ്ടുപിടിച്ചാണ്. അവര് പറയുന്ന കണ്ടന്റ് ആരും ചിരിക്കുന്നില്ല. മത്സരത്തിന് പോയ ജഡ്ജസ് ഇങ്ങനെ ബൊമ്മയെ പോലെ ഇരിക്കുന്നൊക്കെ പറയും. ഇത് തളിച്ചിട്ട് ഇത് വെടി ഒരുമിച്ച് കഴിഞ്ഞാൽ അവര് കമാതെ ചിരിച്ചോളൂ. ഇത് കുറെ ചെലവായിരിക്കും. ഈ പരീക്ഷണ സാധനം ഒന്നും എടുത്തോണ്ട് പോരുത്. അയ്യോ സാറേ, ഞാൻ ഇവിടുന്ന് എടുത്തതല്ല. ഞങ്ങക്ക് നാളെ ഒരു കല്യാണം ഉണ്ട്. അപ്പോൾ എന്റെ അമ്മയ്ക്കും സഹോദരിക്കും കുറച്ച് ഡ്രസ് എടുത്തതാ. ഈ പ്രായത്തിൽ കുട്ടി പറയുന്നത് കേട്ടോ, കല്യാണം ചടങ്ങ് അങ്ങനൊന്നും ചെയ്യരുത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആർക്കമഡീസ് അനിയത്തിക്ക് മെടി, എനിക്ക് ചുരിദാർ. അനിയത്തിക്ക് മെടി, എനിക്ക് ചുരിദാർ. അതല്ല പറഞ്ഞത്. നിനക്ക് എന്തോന്നാണ്? എനിക്ക് ചുരിദാർ. അനിയത്തിക്ക് എന്താണ്? മെടി. പുള്ളിക്ക് ഒരു ബെർമുഡെങ്കിലും മാറ്റി കൊടുക്കേണ്ടത്. അതാണ് ചൂടായത്. അതല്ല, ആർക്കമഡീസ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായത്തിൽ ശാസ്ത്രജ്ഞനായിരുന്നു. നിങ്ങളുടെ പ്രായത്തിൽ ആർക്കമഡീസ് ഒരു മാത്തമാറ്റിക്സിന്റെ പിതാവായിരുന്നു. അറിയോ? ആണോ? അങ്ങനെയെങ്കിൽ ഞാൻ ഉടൻ തന്നെ കെമിസ്ട്രിയുടെ പിതാവാവും. അതെങ്ങനെ? ഞാൻ ഒരു കല്യാണം കഴിക്കും, എന്റെ മൂത്ത മോന് കെമിസ്ട്രി എന്ന് പേരിടും. അപ്പൊ ഞാൻ കെമിസ്ട്രിയുടെ പിതാവായി. ചിരിക്കണില്ലേ? സാറും ചിരിക്കില്ല, പുഴുത്താ. എന്തിനാണ് ലാഫിംഗ് ഗ്യാസ് ഇരിക്കുകയല്ലേ എന്ന് ചിരിപ്പിച്ചിട്ട് എന്നെ കാര്യം. ഇത് തളിച്ചിട്ട് എനിക്ക് ചിരി വന്നില്ല, പിന്നെ സാർ എന്തിനാ ഇങ്ങനെ നടന്ന് ചിരിക്കും? ഈ ലാഫിംഗ് ഗ്യാസ് ഞാനല്ലേ കണ്ടുപിടിച്ചത്. ഞാൻ ചിരിച്ചില്ല, ഞാൻ ചമ്മിപ്പോവും. അതുകൊണ്ട് ഞാൻ ഞാൻ ഇവിടെ ചിരിച്ചോണ്ടിരിക്കല്ലോ. വേറെ കണ്ടുപിടുത്തോന്ന് ഇങ്ങനെ കണ്ടുപിടിച്ചിട്ടില്ല. ആരും കണ്ടുപിടിച്ചില്ല. നിങ്ങൾ ഒരു നാരങ്ങ ഉള്ളെങ്കിലും പിഴിഞ്ഞിട്ടുണ്ടോ ഈ ലാബില്? ക്രിസ്ത്യൻ പറയുന്നത് കേട്ടോ. ഇത് കണ്ടോ ഈ ദ്രാവകം? ഞാൻ കഴിഞ്ഞ ആഴ്ച ഉറക്കൊച്ചിരുന്ന് കണ്ടുപിടിച്ച ഒരു ദ്രാവകമാണ്. എന്തോ? ഇത് കുടിച്ചാൽ സത്യം മാത്രമേ പറയത്തുള്ളൂ. ഇത് കുടിച്ചാ സത്യം മാത്രമേ പറയത്തുള്ളൂ. ഒരു കാര്യം ചെയ്യാം, ഞാൻ കുടിക്കാം. നീ കുടിക്കണ്ട. നീ വാ തുറക്കുന്നത് കള്ളം പറയാനും കള്ളു കുടിക്കാനും അല്ലേ? ഞാൻ കുടിക്കാം സാർ. പരീക്ഷണം ആദ്യമായിട്ട് പറയണം. നോക്കിയോ, ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഈ ക്രിസ്ത്യൻ സത്യം മാത്രമേ പറയുള്ളൂ. 1 2 3 4 come on.
പറയൂ എന്താണ്? മണ്ണെണ്ണ. മണ്ണെണ്ണ, correct. യുറീക്ക, യുറീക്ക. സത്യം പറയുന്ന മണ്ണെണ്ണ പറഞ്ഞത്. അല്ല, അതിനകത്ത് മണ്ണെണ്ണയായിരുന്നു. അത് പെട്രോളിലോ ചോദിച്ചു. സത്യം പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞില്ലേ ഉടായ്പ ഇതൊക്കെ അഴിച്ചു കൊടുത്തിട്ട് വീട്ടിൽ പോകാൻ വേറെ വല്ല ജോലി അങ്ങനെ പോവല്ലേ? ദേ, ഞാൻ കണ്ടുപിടുത്താൻ മാത്രമല്ല എന്തുമാത്രം അത്ഭുതങ്ങൾ കാണിച്ചോണ്ടെന്ന് അറിയാവോ? ആര്? ഞാൻ ഒരു അത്ഭുതം കാണിക്കാമോ മനുഷ്യ? ഒരത്ഭുതം. സത്യം പറഞ്ഞ കളിയാക്കണ ഈ മുടി വളർത്തിക്കൊണ്ട് ശാസ്ത്രജ്ഞനെന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കല കളിയാക്കല ഞാൻ ഒരു മുതിർന്ന ഞാൻ വെല്ലുവിളിക്കുന്നു. ഈ പച്ച വെളിച്ചത്തിൽ ഒരത്ഭുതം ഒന്ന് കാണിക്കും. കാണിക്കൂ. ഞാൻ 3 അത്ഭുതം കാണിക്കും. കാണിക്കണം. നല്ലെന്ന് പറയരുത്. ആ. റെഡിയാണല്ലോ? കണ്ണടച്ചോ. റെഡി 1 2 3. ആ കണ്ടു പറഞ്ഞോ. ഇത് കണ്ട ഇന്ത്യയിലെ അത്ഭുതം. ഇത് പിടിച്ചോ. ഇത് കണ്ട ചൈനയുടെ വൻമതി. വേറെ അത്ഭുതം. ഇത് കണ്ടോ പിസാ ഗോപുരം ചരിഞ്ഞിരിക്കുന്നത്. വേറെ അത്ഭുതം. ഇതൊക്കെയാണ് അത്ഭുതം. നീ അത്ഭുതം അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ നിന്നെ ഭ്രാന്താന്ന് വിളിക്കും. ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ആകെ ഇളവിരിക്കണം. നമുക്ക് വേറെ പോണായിരുന്നല്ലോ ചേട്ടാ. ഇങ്ങനെ കൊണ്ട് സാർ വേറെ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ട്? അതിന്റെ ഒരു വ്യഗ്രതയാണ് ഞാൻ. ആ. ശാസ്ത്ര ലോകത്തിന് സംഭാവനയായിട്ട് ഞാനൊരു പുതിയ മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ് ആ മരുന്ന്? ഈ കുരങ്ങിൽ നിന്നാണല്ലോ മനുഷ്യ രൂപാന്തരം പ്രാപിച്ചത്. ആണോ? കുരങ്ങിന്നാണ് മനുഷ്യ ഉണ്ടായ? കുരങ്ങി നല്ല മനുഷ്യൻ ഉണ്ടായത്. കുരങ്ങിന്നൊന്നുമല്ല മനുഷ്യ ഉണ്ടായ. നീ ഞാനും നയിക്കുന്ന ക്രിസ്ത്യക്കെ കുരങ്ങിന്നാണ് ഉണ്ടായത്. ഞാൻ വൃത്തിയാണല്ലേ? ഞാൻ മറ്റേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അച്ഛനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞപ്പോ അച്ഛനാണ് വന്നത്, അല്ല കുരങ്ങനല്ല വന്നത്. അച്ഛനെ തന്നെ ഉണ്ടായ. അത് ഈ അടുത്ത കാലത്ത് ഞാൻ പറഞ്ഞത് ആദിമകാലം മുതല്. ഓ, ആദ്യകാലം. ആദ്യകാലം. അപ്പൊ ആദ്യകാലമൊക്കെ കുരങ്ങിൽ നിന്ന് മനുഷ്യരുണ്ടായി. അതെ. സാറ് ഇപ്പൊ എന്താണ് കുരങ്ങിൽ നിന്ന് മനുഷ്യരുണ്ടാകത്തത്? കുരങ്ങന്മാര് മനുഷ്യനായി ഒന്ന് നോക്കി. അപ്പൊ അവർക്ക് മനസ്സിലായി മനുഷ്യനായിട്ട് ജീവിച്ചിട്ട് വലിയ കാര്യമൊന്നുമല്ല, കുരങ്ങനായിട്ട് ജീവിക്കുന്നതല്ല നല്ലതാണ്. അപ്പൊ അതുകൊണ്ടാണ് അവർ സ്റ്റേ ഓർഡർ പിടിച്ചോലെ ഇപ്പൊ മനുഷ്യനാണ്. അതാണ് സംഭവം. ഇയാള് പറയും പോലെ ഞാൻ ഇഞ്ചക്ഷൻ കാണിച്ചു തരാം. ശാസ്ത്ര ലോകത്തിന് സംഭാവന എന്റെ ഇഞ്ചക്ഷൻ കാണിച്ചു തരാം. കണ്ടോ ഈ ഇഞ്ചക്ഷൻ കണ്ടോ? ഇത് കുത്തിവെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ 1 മണിക്കൂർ നേരത്തെ കുരങ്ങനാവും. ഇത് കുരങ്ങൻ മനുഷ്യരാവും. വീണ്ടും തിരിച്ചാവും. അതെ. ഒരു ബന്ധമല്ലാതെ വേറൊരു ഇഞ്ചക്ഷൻ ഇരിക്കുന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ കുരങ്ങനാവാൻ വേണ്ടി ഓരോ കണ്ടുപിടിച്ചോണ്ടിരിക്കല്ലേ. ഓരോ മൃഗങ്ങളിൽ നിന്ന് മൃഗങ്ങളൊക്കെ കണ്ടുപിടിച്ചോണ്ടിരിക്കണം. അപ്പൊ ഓരോ മൃഗത്തിലേക്ക് വേണം കുരങ്ങിലെത്താൻ. ഇതിപ്പോ ഏത് മൃഗം? കാളവരെ എത്തിയപ്പോഴത്തേക്ക് ഇത് പരാജയപ്പെട്ടു. അപ്പൊ ഇനി പരീക്ഷിക്കാൻ മാത്രം ആളെ കിട്ടിയാൽ മതി. അത് ജിസ് ഒന്ന് സഹായിക്കുകയാണെങ്കിൽ ജിസ്സിനെ ഒന്ന് പരീക്ഷിക്കാൻ ഞാൻ. കുരങ്ങനാവാനാ? ഓ ഞാനാ? ഓ ഞാൻ കുരങ്ങനൊന്നും ആവൂല. കുരങ്ങനായി കഴിഞ്ഞാൽ ഒരുപാട് പൈസ കിട്ടുമെന്ന്. കുരങ്ങനായിട്ട് പൈസ കിട്ടിയിട്ട് എന്തിനാ കാര്യം? പല കപ്പലിന്റെ പഴവും കിട്ടണം. പൈസ പോട്ട് കുറച്ച് പേരെങ്കിലും കിട്ടുമല്ലോ. കുരങ്ങനായ മാക്സിമം പോയുള്ള പേര് ചിന്നൈ അല്ലെങ്കിൽ ചങ്കു. അതിനപ്പുറം ഒരു പേര് കിട്ടാൻ പോലും. എനിക്ക് കുരങ്ങനാവാൻ പയ്യ തന്നെത്താരം കൊണ്ട് സമ്മതിക്കൂല. ക്രിസ്ത്യ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് കുരങ്ങിയാവാം. അയ്യോ എനിക്ക് പറ്റൂല സാറേ, എന്റെ മുഖത്തിന് ചേരൂല. പിന്നെ ഭയങ്കര സൗന്ദര്യം ഉള്ള പോലെ പോണയച്ച അവിടെ. ഞാൻ ഒരു കാര്യം പറയാം, മനുഷ്യൻ ആരും കുരങ്ങനാവാൻ നിൽക്കൂല. വെളിയിൽ ഒരു പശുവിനെ കെട്ടിയിട്ടുണ്ട്, അതിന് വേണമെങ്കിൽ കുരങ്ങനാക്കാം. നീ പശുവിനെ മരുന്ന് കുത്തിച്ചിട്ട് വേണം നാളെ പാലിന് വേണ്ടിട്ട് കുരങ്ങനെ ഞാൻ ഇരുന്ന് കറക്കല്ലേ. പാരെ കിട്ടും. കുരങ്ങനാവാൻ എന്ത് ചെയ്യും? മരഞ്ചാടി നടന്നൊരു കുരങ്ങൻ ഇപ്പോൾ മനുഷ്യന്റെ കുപ്പായമണിഞ്ഞു, മാന്യനായി നടിച്ചു, മഹാനായി ഭാവിച്ചു, വഴിയുടെ മൂലക്കലിരുന്നു. അമ്മാവൻ ആദ്യമായിട്ടാ വരുന്ന പരീക്ഷണശാലയിൽ. മോനെ മരുമോനെ നീ വന്നടാ. നീ ഇവിടെ ഒരു അക്വാറിയം തുടങ്ങിയിട്ട് മേടിച്ച് എന്നാലല്ലേ കച്ചവടം നടക്കുള്ളൂ. അക്വാറിയം അല്ല, ഇതാണ് പരീക്ഷണശാല. ലാബ്. പരീക്ഷശാലയോ? അമ്പളോ, നീ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് ഇവിടെ എല്ലാവരുടെയും ഫോട്ടോ വെച്ചു, പക്ഷെ നീ മാമന്റെ ഫോട്ടോ വെച്ചില്ല. പറയല്ല മാമ, അതൊക്കെ വലിയ മഹാന്മാരാണ്. ഓരോരുത്തർ കണ്ടുപിടിച്ചതാണ് ഫോട്ടോ വെച്ചിരിക്കുന്നത്. മാമനും എന്തെങ്കിലും കണ്ടുപിടി, നമ്മൾ ഫോട്ടോ വെക്കാം. ഞാനും കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. എന്തോന്നു? എന്റെ തങ്കക്കുടം പോലിരുന്ന എന്റെ പൊന്നുമോക്ക് ഈ കിഴങ്ങനെ ഞാൻ കണ്ടുപിടിച്ചില്ലേ. കണ്ടുപിടിച്ചെങ്കിൽ എന്ത്? അമ്മാവനൊരു ശാസ്ത്രത്തിന് മരുമായിട്ട് കിട്ടിയില്ലേ? അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായടാ. എന്താ മാവ? ശാസ്ത്രം ജയിച്ചു, മനുഷ്യൻ തോറ്റു. അമ്മ എന്താ അതൊക്കെ ഒന്നെടുത്ത് നോക്കി സംഭവം ഞാൻ പറഞ്ഞുതരാം. കുരങ്ങന ഒരാള് പോരെ, പുള്ളിക്കമ്മ പകുതി കണ്ടന്റ് മുഖത്ത് കിടപ്പുണ്ട്. കുറച്ച് പേര് തോന്നി കുരങ്ങനാക്കിയല്ല. അമ്മാവൻ സമ്മതിക്കൂല. ആര് പറഞ്ഞു? സമ്മതിക്കൂല, എനിക്കറിയാം. ഞാൻ സമ്മതിപ്പിച്ചു തരാം. ആരെയും പറഞ്ഞ് കൺവിൻസിങ് ചെയ്യാൻ പറ്റിയ ഒരു കൺവിൻസിങ് സ്റ്റാർ ആണ് ഞാൻ. ഉറപ്പായിട്ട് മാമ അവസാനം പറഞ്ഞിരിക്കും എനിക്ക് കുരങ്ങനായാതി, എനിക്ക് കുരങ്ങനായാതി എന്ന് മാമ പറഞ്ഞിരിക്കും. ഇതൊക്കെ നടക്കൊന്നുമില്ല. ഇത് വെറുതെ നടക്കുമെന്നാ? നല്ല ചൂട് കേട്ടോ. ഇച്ചിരി ഐസ്ക്രീം കിട്ടിയിരുന്നെങ്കിൽ. അയ്യോ എനിക്ക് കൊത്തിയാവണം. എനിക്ക് ഓടി പ്ലീസ്. തന്നെ ഇപ്പൊ തോന്നിയാ? ഇതുപോലെ തന്നെ മാമ അവസാനം പറഞ്ഞിരിക്കും അയ്യോ എനിക്കൊന്ന് കുരങ്ങനാവണോ. ഇപ്പൊ നോക്കിയാ മാമ ഒരു മിനിറ്റ് ഒന്ന് വരാമ. മാമ, മാമന് ഒരുപാട് ജീവിത അനുഭവങ്ങളൊക്കെ ഉള്ളത്. ഇഷ്ടം പോലെ ജീവിതാനുഭവം. മാമ, ഈ കാട്ടില് മാമന്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല സ്മാർട്ട് ആയിട്ടുള്ള ജീവി ആരാണ്? സിംഹം. അല്ല ചാടുന്ന ജീവി മുയല്.
അതിനേക്കാളും ചാടുന്ന ജീവി. ജിറാഫ്. എടാ നീ കുരങ്ങൻ നിന്ന് കാണിക്കുന്ന ഒരു കാര്യം എന്നാന്ന് വെച്ചപ്പോ കുരങ്ങൻ. അതാ, അതെ. Smart ആയിട്ടുള്ള ജീവി കുരങ്ങനല്ലേ? പിന്നെ അത് മാത്രമല്ല സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കുരങ്ങനെയാ. കറക്റ്റ് കാര്യമാണ്. എന്റെ ഭാര്യ ഇടയ്ക്കിടയ്ക്ക് പറയും പോടാ കുരങ്ങ പോടാ കുരങ്ങ. അത് മാത്രമല്ല ഒരു കുരങ്ങനെ ഒരു മരത്തിൽ നിന്ന് അടുത്ത മരത്തിലോട്ട് ചാടാൻ വേണ്ടി എന്ത് ശുഷ്കാന്തിയാ. പക്ഷേ കേട്ടിട്ട് തന്നെ കൊതിയാകുന്നു. എനിക്കൊക്കെ ഇപ്പോഴെ കാലിന്റെ ലിഗമെന്റ് പോയിട്ട് നടക്കാൻ പോലും പറ്റുന്നു. ആ അതാണ് കുരങ്ങന്മാര് വയസ്സാവൂല. ഏതെങ്കിലും ഒരു കുരങ്ങ അതൊക്കെ പോട്ടെ. തൈ അടിച്ച ഏതെങ്കിലും ഒരു കുരങ്ങന കൈ പിടിക്കുന്ന കുരങ്ങനെ കണ്ടിട്ടുണ്ട്. ആ അതാണ് കുരങ്ങന്മാർ എപ്പോഴും സ്മാർട്ട് ആണ്. ആണല്ലേ? ഇത് മാത്രമല്ല കുരങ്ങനായി കഴിഞ്ഞാൽ വേറെ സംഭവം ഉണ്ട്. നിക്കറിടണ്ട. അത് പൊളിഞ്ഞു. ഞാൻ ഇപ്പോഴും ഇടാറില്ലല്ലോ. പക്ഷെ വേറൊരു കാര്യമുണ്ട്. മാമനും മാമിയായിട്ട് ഇങ്ങനെ റോഡിൽ കൂടെ പോയാണ്. അപ്പൊ നല്ലൊരു പെങ്കൊച്ച് അതുവഴി പോയി. നമ്മളൊന്ന് നോക്കിയ മാമി ഇങ്ങനെ ചെറുക്കിട്ട് കുത്തില്ലേ? എവിക്കല്ലോ നോക്കി അവിടെ അടിക്കും. പക്ഷെ കുരങ്ങനായി കഴിഞ്ഞാൽ ഏത് കുരങ്ങച്ചി വേണോ നോക്കാം. ചെലവരും കൊടുക്കണ്ട. എന്റെ ദൈവമേ, അടുത്ത ജന്മത്തിലെങ്കിലും എന്നെ ഒരു കുരങ്ങനാക്കണേ. നീ ഒരു കൺവിൻസ് സാർ ഈ രാവിലെ സുരേഷ് കൃഷ്ണയാണ് ഞാൻ. അടുത്ത ജന്മത്തിലാക്കണത്തിന് 1 മണിക്കൂർ ഞാൻ അമ്മാവനെ കുരങ്ങനാക്കി തരുമല്ലോ. 1 മണിക്കൂറും കുരങ്ങനാക്കി തരും. വീണ്ടും എന്നെ മനസ്സിലാക്കുമല്ലോ. ഞാനുള്ള അറിഞ്ഞുണ്ട്. ശാസ്ത്ര ലോകമേ നീ ചെവി കേൾക്കുക. ഈ ഡോക്ടർ കുർക്കറിയുടെ പുതിയ പരീക്ഷണം ഇവിടെ ആരംഭിക്കുകയാണ്. നീ എന്നെ കാക്കുക. കണ്ടുപിടിച്ചാൽ മാത്രമേ ടൈമിങ്ങിന് കയറ്റാൻ പഠിക്കണം. കുരങ്ങനെ കണ്ടെത്തി ഞാൻ ഇളവിയേട്ടാ. ഞരമ്പിൽ കയറി തോന്നുന്നു. നോക്കട്ടെ. കുരങ്ങൻ മാമ കപ്പലണ്ടി വേണോ പഴം വേണോ? കപ്പലണ്ടിയും വേണ്ട പഴവും വേണ്ട. ഇച്ചിരി പിണ്ണാക്കും കാടിയും വൈക്കോലും തന്നാ മതി. അത് ഇഞ്ചക്ഷൻ കുത്തിയത്. അയ്യോ ഞാൻ ഒപ്രാണത്തിലേ പൊളിഞ്ഞെന്ന് പറഞ്ഞില്ലേ? പകുതി വഴി നന്ദി ഇഞ്ചക്ഷൻ എടുത്ത് കുത്തിയത്. അയ്യോ ഇത് അടിച്ച കാള. വീണ്ടും ശാസ്ത്ര ലോകമേ കുരങ്ങനാവാനുള്ള ഇഞ്ചക്ഷൻ. ഇപ്പൊ കുരങ്ങനോ? അങ്ങോട്ട് പോയിക്കോ. കറക്റ്റായിട്ട് ഇപ്പൊ വരും. എന്ത് സാറേ ഇപ്പൊ കയറി പറഞ്ഞോളൂ. വായിക്കോ. എന്ത്? ആരെങ്കിലും വിളിയാ. ഹലോ മൃഗസംരക്ഷണ വകുപ്പല്ലേ? ഒരു മിനിറ്റ്. ഹലോ ഹലോ സാറേ നമ്മളെവിടുന്നേ? ഒരു കുരങ്ങൻ ഒരു കാള ഇറങ്ങിപ്പോയി. കാളയെ കുഴപ്പമില്ല, മാമ കാളച്ചന്തയിൽ പിടിക്കാം. കുരങ്ങന്റെ കേസ് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. എത്രയും പെട്ടെന്ന് ശ്രദ്ധിക്കണേ. ഓ ലാഭി. അയ്യോ എനിക്കറിഞ്ഞൂടെ മനസ്സമാത്രമുള്ള വല്ല വരുന്നുണ്ടോ? നമ്മൾ ഇതിന്റെ ബോർഡിന്റെ പേരെന്തേടി? അത് അഴിച്ചു മാറ്റണേ. ഇന്ന് മൃഗാശുപത്രി എഴുതടി.